നമസ്കാരം. തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാലാണ് അവധി. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുമെന്ന് കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് പ്രൈവറ്റ് ഹെലികോപ്റ്റർ, ഹെലിക്യാം തുടങ്ങിയവ തൃശൂർ താലൂക്കിലും പ്രധാനമന്ത്രിയുടെ യാത്രാപഥത്തിലും നിരോധിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പോലീസിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിരോധനമെന്ന് കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗം മിന്നു മോൾ, ഗായിക വൈക്കം വിജയലക്ഷ്മി, പെൻഷൻ കുടിശ്ശിക കിട്ടുന്നതിനായി സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലയിലായി 19,500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദരവായി വടക്കുംനാഥന്റെ മണ്ണിൽ പടുകൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങി. പ്രശസ്ത മണൽ ചിത്രകാരനായ ബാബു എടക്കുന്നിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന മണൽ ചിത്രം തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരമായി സമർപ്പിക്കും. വ്യവസായി ഗോകുലം ഗോപാലനാണ് മണൽ ചിത്രത്തിന് നേതൃത്വം വഹിക്കുന്നത്. രാജ്യത്തെ 51 സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചാണ് ചിത്രമൊരുക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ വഡോദരയിൽ നിന്നുള്ള മണ്ണും ഉൾപ്പെടും. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പത്തെ ഉറപ്പിക്കുന്നതിനാണ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ശേഖരിച്ച മണൽ കൊണ്ട് ചിത്രം തീർക്കുന്നത്. 51 അടി ഉയരമാണ് ചിത്രത്തിനുള്ളത്. 10 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിച്ചത്. മണലിൽ ഇത്രയും വലിയ ചിത്രം ഇന്നേ വരെ ആരും തീർത്തിട്ടില്ലെന്നാണ് ചിത്രകാരൻ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്ക് ആദരമായി ഒരുങ്ങുന്ന ചിത്രം ലോക റെക്കോർഡ് നേടാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയോടുള്ള ആരാധനയാണ് മണലിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ചിത്രം തയ്യാറാക്കാനുള്ള പ്രേരണയെന്ന് ചിത്രകാരൻ ബാബു എടക്കുന്നി പറഞ്ഞു. ബാബുവിനൊപ്പം സഹായികളായി 5ഓളം പേരുണ്ട്. ഗോകുലം ഗ്രൂപ്പാണ് നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്ത് BJPയും മഹിളാ മോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിക്ക് ചിത്രം സമർപ്പിക്കും.